വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പുളിമൂട് ഉന്നതിയിലെ രാജുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയിലാണ് രാജുവിനെ കാട്ടാന ആക്രമിച്ചത്. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, നേരത്തെ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്, ഇപ്പോൾ മരണം സംഭവിക്കുന്നു. ദീപക് മോഹൻ. റിജിത്ത്, ഏറ്റവും ദാരുണമായൊരു സംഭവമാണ്. രാവിലെ 10:15 ആണ് രാജുവിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഈ വീടിനടുത്തുള്ള വെള്ളാഞ്ചേരിക്ക് അടുത്തുള്ള പുളിമാട് ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് വനം വകുപ്പ് കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ രാജു ആനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. ഈ രാജുവിനെ ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. അതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സകൾക്കായി മാറ്റുന്നതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ആനയുടെ ആക്രമണത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സമയത്ത്, അതായത് ചികിത്സയിൽ നിരീക്ഷണത്തിൽ തുടരുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചു എന്നും ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോടേക്ക് ആംബുലൻസിൽ കയറ്റുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ദാരുണമായ വിവരം അറിയിച്ചത്. ഇവർക്ക് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒരു ഭാഗത്താണെങ്കിൽ വ്യാപകമായ കൃഷിനാശം, ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ, അതിനിടയിൽ തന്നെ തുടർച്ചയായ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നതില്ല. ഒരു ശാശ്വതമായ പരിഹാരമില്ലാത്ത വിഷയമായി ഇപ്പോഴും ഈ കാടിറങ്ങിയുള്ള ആനപ്പേടിയൊക്കെ നിൽക്കുകയാണല്ലോ ദീപക് മോഹൻ. റിജിത്ത്, അതായത് ഈ കാട്ടിക്കുളം വെള്ളാഞ്ചേരി മേഖലയിൽ സ്ഥിരമായി 3 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യരുടെ ജീവൻ സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നത്. അതിൽ തന്നെ 2 കാട്ടാനകൾ എപ്പോഴും പ്രദേശവാസികളോട് കാണുന്ന സമയത്തൊക്കെ വലിയ പ്രകോപനമായ രീതിയിൽ അക്രമാസക്തരാകുന്ന കാട്ടാനകളാണെന്ന് തന്നെ വനം വകുപ്പും സമ്മതിക്കുന്നുണ്ട്. ഈ കാട്ടാന എന്ന് പറയുന്നത് കഴിഞ്ഞ 1 മാസം മുൻപ് പ്രദേശത്ത് ഒരു ബൈക്ക് യാത്രികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചൊരു കാട്ടാനയാണ്. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനയാണ്. ഇന്ന് രാവിലെയാണ് ഈ കാട്ടാന 5 കൂടി വെള്ളാഞ്ചേരി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. പിന്നീട് വനം വകുപ്പ് ഈ ആനയെ തുരത്താനുള്ള നടപടികൾ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. ഈ കാട്ടാന ഇപ്പോൾ കാട് കയറി എന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നിരവധി നാളുകളായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യമുണ്ട്. ഇത്തരത്തിൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കാട്ടാനകൾ ആ മേഖലയിൽ നിന്ന്, വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോഹനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചിരിക്കുന്നു. പുളിമൂട് ഉന്നതിയിലെ രാജുവിനാണ് ജീവൻ നഷ്ടമായത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം.